വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈത്തൺ 0 to Hero Day 12. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ നോക്കി, അതായത് എങ്ങനെ ഒരു അൽഗോരിതം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിയാൽ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതി തുടങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കണം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്നുള്ളത് നോക്കി. അതുപോലെ ആ സൊല്യൂഷനെ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. അതേപോലെ ആ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ നോക്കി. അതായിരുന്നു നമ്മുടെ പാർട്ട് 3 വരെയുള്ള സംഭവം. അത് കഴിഞ്ഞ് പാർട്ട് 4 തൊട്ടിട്ട് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിങ്, അതായത് ഈ ലാംഗ്വേജിലോട്ട് നമ്മൾ കയറി. ലാംഗ്വേജിൽ കയറിയിട്ട് നമ്മൾ എന്തൊക്കെ നോക്കി, അതായത് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഓപ്പറേറ്റേഴ്സ്, ഡേറ്റ ടൈപ്സ്, അതേപോലെ തന്നെ അതൊക്കെ നോക്കി നമ്മൾ പാർട്ട് 4. അതേപോലെ പാർട്ട് 5 നമ്മൾ എന്തൊക്കെ നോക്കി, അതായത് പാർട്ട് 5 നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇഫ് എൽസ് ബ്ലോക്ക് ആ സംഭവം നോക്കി. അതായത് ഒരു കണ്ടീഷൻ എങ്ങനെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പറയാനുള്ളത് നമ്മൾ നോക്കി. അതേപോലെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂപ്സ് നോക്കി. ലൂപ്സിൻ്റെ കൺസെപ്റ്റ്സ് ഇപ്പോൾ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഈ 2 ലൂപ്പാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ ഈ 2 സംഭവങ്ങൾ നോക്കി. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചയും ചെയ്തത്. അതായത് ലൂപ്സിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, അതായത് നമുക്ക് ഒരു വാല്യൂ ഇൻപുട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വാല്യൂ എടുത്തിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ പോണേ, ഇനി നമുക്ക് കുറേ വാല്യൂസ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വേരിയബിളിൻ്റെ അകത്ത് കുറേ വാല്യൂസ് സ്റ്റോർ ചെയ്യും. അതായത് സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയും. നമുക്ക് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്സിനാണ് സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അത് പൈത്തണിലുള്ളതെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഉണ്ട്, ടപ്പിൾ ഉണ്ട്, സെറ്റ് ഉണ്ട്, ഡിക്ഷണറി ഉണ്ട്. ഇത് 4 ബേസിക് ആയിട്ട് വരുന്ന സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും പൈത്തണിനെ യൂണീക്ക് ആക്കുന്ന, അല്ലെങ്കിൽ പൈത്തണിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പാണ് നമ്മൾ നോക്കാൻ പോണേ. അതായത് ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ 2 ഉണ്ട് ആക്ച്വലി. അപ്പോൾ അതിൽ ലിസ്റ്റും ഡിക്ഷണറിയാണ് പൈത്തണിനെ ഏറ്റവും കൂടുതൽ കൺവീനിയൻറ്റും യുണീക്കും ആക്കുന്ന 2 ഡാറ്റ ടൈപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും. പക്ഷേ ബാക്കിയുള്ളതും അതേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് പൈത്തൺ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ലാംഗ്വേജ് അടിപൊളിയായിട്ടുണ്ട് എന്ന് തോന്നിയ 2 ഡാറ്റ ടൈപ്സ് ആണ് ലിസ്റ്റും ഡിക്ഷണറിയും. അപ്പോൾ അതിലെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇന്ന് തീർന്നൊന്നും വരത്തില്ല, അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് എടുക്കേണ്ടി വരും. സോ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്ന ഫ്ലോ എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു ഡാറ്റ ടൈപ്പ് പഠിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ്സ് പഠിക്കും. എന്നിട്ട് അത് ചിലപ്പോൾ 1-2 വീഡിയോസ്, ഇപ്പോൾ മിക്കവാറും ലിസ്റ്റിന് മാത്രമേ ലോങ് ആയിട്ട് എടുക്കാൻ സാധ്യതയുള്ളൂ, ബാക്കിയെല്ലാം റിലേറ്റ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞിട്ട് ഒരു സെഷൻ അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. ഇതുവരെ നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇനിയും നമ്മൾ അങ്ങനെ ചെയ്ത് പോകുന്നുള്ളൂ. സോ ദാറ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് കൂടുതൽ ക്ലിയർ ആകും. കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയയും കിട്ടും. സോ അതേപോലെ തന്നെ ഞാൻ പറയുന്ന പ്രോബ്ലംസ് എല്ലാം ഡെയിലി ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇടുക ലിസ്റ്റ് ഇസ് ഈക്വൽ ടു ലിസ്റ്റ്. ഇതൊരു ലിസ്റ്റാണ്. ഓക്കെ, ഇനി ഞാൻ ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസും ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ അതെന്ത് സംഭവം അപ്പോൾ നോക്കാം. അതായത് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെയും ഇനിഷ്യലൈസ് ചെയ്യാം. അതായത് ഒരു എംപ്റ്റി ലിസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ് ഇങ്ങനെ. അതുപോലെ നിങ്ങൾക്ക് വെറുതെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്താലും ഇതൊരു എംപ്റ്റി ലിസ്റ്റാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ ആ സംഭവം എന്താണ് എന്നുള്ളത് കത്തിയല്ലോ. ഇനി നിങ്ങൾക്ക് എങ്ങനെ വാല്യൂസ് കൊടുക്കുക. അത് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ്ഡ് ആയിട്ട് കുറച്ച് വാല്യൂസ് കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഇടുന്നു. അതാണ് ലിസ്റ്റ്. അതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ലിറ്ററലി നിങ്ങൾക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും ഇടാം. നിങ്ങൾക്ക് ഡിക്ഷണറി ഇടണോ ഇടാം, ടപ്പിൾ ഇടണോ ഇടാം, സെറ്റ് ഇടണോ ഇടാം, ഇൻറ്റീജർ ഇടണോ ഇടാം, സ്ട്രിങ് ഇടണോ ഇടാം, ഫ്ലോട്ടിംഗ് പോയിന്റ് ഇടണോ ഇടാം. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്ത് സംഭവങ്ങൾ വേണമെങ്കിലും ഇടാം. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിടണോ ഇടാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. 1, 2, 3, 4, 5, 6. ഓക്കെ ഫൈൻ. ഇനി ഞാൻ പ്രിൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ സാധനം അതേപോലെ പ്രിൻ്റായി കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ഇതിനെ 1 ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ ലിസ്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് ഒരു 2 ഡയമെൻഷണൽ ലിസ്റ്റ്, അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു.
1, 2, 3 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ എഴുതുന്ന സാധനം, അതായത് മെട്രിക്സിനെ നമുക്ക് ഒരു 2D ലിസ്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ അതിനായിട്ട് അതിനെ പറയും നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയും. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൂടെ ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഇവിടെ അത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. ഇപ്പോൾ എന്നിട്ട് ഇങ്ങനെ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇതൊരു 3x3 മെട്രിക്സ് ആയി. ഓക്കെ, അതായത് 3 റോയും 3 കോളവും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ലിസ്റ്റ് പ്രിന്റ് ചെയ്യാം. ഇത് ആക്ച്വലി ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ലൈനിലായിരിക്കും വരുന്നത്. ഓക്കെ, ഫൈൻ, വാട്ടെവർ. അപ്പോൾ ഇത് തന്നെ, ലൈക്ക് നിങ്ങൾക്ക് എത്ര എണ്ണം വേണേലും ഇതേപോലെ ഇതിൻ്റെ അകത്ത് പ്രിന്റ് ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ലിസ്റ്റ് ആക്കണോ? സോറി, 10, 20, 30 ഇങ്ങനെ ആക്കാം. ഇതും വാലിഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലിസ്റ്റിനകത്ത് എത്ര ലിസ്റ്റ് വേണേലും ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ വേറെ ഏത് ഡാറ്റ ടൈപ്പ് വേണേലും ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ഡയമെൻഷണൽ ലിസ്റ്റായിട്ട് ഒരു 1 ഡയമെൻഷണൽ ലിസ്റ്റായിട്ട് പോകാം. അതായത് 1, 2, 3, 4, 5 4 5. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്ര ഞാൻ ചെയ്തു. ഇനി എനിക്ക് വേറൊരു സംഭവം ചെയ്യണം. അതായത് എനിക്ക് 0 മാത്രം വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ്. ഓക്കെ, അതായത് എൻ്റെ ലിസ്റ്റ് എങ്ങനെ ഇരിക്കണം? 0 0 0 0 0 0 0 0 0 എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പോകണം. അപ്പോൾ ഇതിനായിട്ട് എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വലിച്ചു എഴുതേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ 0 എന്ന് എഴുതി. ഓക്കെ, ഒരു സിംഗിൾ എലമെൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് അതിനെ എനിക്ക് എത്ര സീറോസ് വേണം? എനിക്കിപ്പോൾ ഒരു 10 സീറോസ് വേണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ 10 എന്നിട്ടു. അന്നേരം ലിസ്റ്റ് ഇസ് ഈക്വൽ ടു 0 ലിസ്റ്റ് ഓഫ് 0 സ്റ്റാർ 10. എന്നിട്ട് ഞാൻ ജസ്റ്റ് പ്രിന്റ് ലിസ്റ്റ്. ഓക്കെ, ഇവിടെ നോക്കാം. എനിക്കിപ്പോൾ ജസ്റ്റ് അങ്ങനെ കൊടുത്തപ്പോൾ എനിക്കിവിടെ 10 0 ഉള്ള ഒരു ലിസ്റ്റ് കിട്ടി. ഇനി എനിക്ക് ഇതല്ല, ലിസ്റ്റിനകത്ത് എനിക്ക് വേറെ എന്ത് ചെയ്യണം? ലിസ്റ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ലിസ്റ്റ് ഓൾറെഡി ഉള്ള ഒരു കീവേഡാണ്. നമ്മൾ ഐഡൻറ്റിഫയർ ഓൾറെഡി എക്സിസ്റ്റിംഗ് കീവേഡ്സ് നമുക്ക് ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ലിസ്റ്റ് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ലിസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ലൈക്ക് വാട്ടെവർ, നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം, എക്സ്ക്ലൂഡിങ് എക്സിസ്റ്റിംഗ് ഐഡൻറ്റിഫയേഴ്സ് സംതിങ്. അപ്പോൾ ലിസ്റ്റ് ഇസ് ഈക്വൽ ടു അശ്വിൻ, അപ്പു, അച്ചു. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ട്രിങ്ങിൻ്റെ ലിസ്റ്റും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ അതിന് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, ഫൈൻ. ഇനി എനിക്ക് മിക്സ്ഡ് ആയിട്ട് വേണോ? ലിസ്റ്റ് മിക്സ്ഡ് ആയിട്ട് ഉണ്ടാക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 100 10.8786. ഓക്കെ, വാട്ടെവർ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. പ്രിന്റ് ലിസ്റ്റ്. വാലിഡാണ്, ഒരു പ്രശ്നമില്ല, ഒരു എററും ഇല്ല. സോ ഇതും വാലിഡാണ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ലിസ്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, അതായത് ലിസ്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി നോക്കാം. അതായത് ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻഡെക്സിങ് അല്ലെങ്കിൽ സ്ലൈസിങ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആക്ച്വലി രണ്ടാണ്, പക്ഷേ ഒരേപോലെ പഠിച്ചു പോകാൻ പറ്റുന്ന 2 ടോപ്പിക്സാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇൻഡെക്സിങ് നോക്കാം. അപ്പോൾ ഇൻഡെക്സിങ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എനിക്കിവിടെ ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടു. എനിക്ക് പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോരോ എലമെൻ്റായിട്ട് ആക്സസ് ചെയ്യണ്ടേ. അതായത് എനിക്കിപ്പോൾ 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ഒറ്റ സാധനമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ വാല്യൂസും സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ എനിക്കിങ്ങനെ ഒരു ലിസ്റ്റ് 100 200 300 400 500 600 700 800 900 1000. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇനി എനിക്ക് ഇതിനെ ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പൊസിഷൻ ചെയ്യാം. അതായത്
0th പൊസിഷനിൽ 100. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ 200, സെക്കൻഡ് പൊസിഷനിൽ 300, തേർഡ് പൊസിഷനിൽ 400, ഫോർത്ത് പൊസിഷനിൽ 500, ഫിഫ്ത്ത് പൊസിഷനിൽ 600, സിക്സ്ത് പൊസിഷനിൽ 700, പിന്നെ സെവൻത്ത് പൊസിഷനിൽ 800, എയ്ത്ത് പൊസിഷനിൽ 900, നയൻത് പൊസിഷനിൽ 1000. ഓക്കെ, സോ അതായത് എനിക്ക് ഇതിൻ്റെ അകത്തെ ഓരോ എലമെൻസും ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേ ഞാനിവിടെ എന്താ list1 is equal to എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഇവിടെ ഈ 100 ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് list1ലെ 0th എലമെൻറ്റിനെ ആക്സസ് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ എനിക്ക് 200 ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് list1ലെ ഫസ്റ്റ് എലമെൻറ്റിനെ ആക്സസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതേപോലെ എനിക്ക് പൈത്തൻ്റെ പ്രത്യേകതയാണ് നെഗറ്റീവ് ഇൻഡെക്സിങ് ഉണ്ട്. ഓക്കെ, അതായത് എനിക്കിപ്പോൾ ഇതിപ്പോൾ 10 എലമെൻറ്റ്സ് അല്ലേ, അപ്പോൾ -10. ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ്ങും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എനിക്ക് -6ലുള്ള എലമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, 500 കിട്ടും, വിച്ച് ഇസ് സെയിം ആസ് 4th പൊസിഷനിലുള്ള എലമെൻറ്റ്. സോ എനിക്ക് അതായത് ബേസിക്കലി എനിക്ക് ചുമ്മാ ലാസ്റ്റ് പൊസിഷൻ, അതായത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ലാസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വെറുതെ -1 കൊടുത്താൽ മതി. വെറുതെ ലിസ്റ്റിന് എത്ര ലെങ്ത് ഉണ്ട് അല്ലെങ്കിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ഓവർ ഹെഡ് അവിടെ വരുന്നില്ല. സോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കിയാലോ. പ്രിന്റ് list1, നമുക്ക് ഇൻഡെക്സ് ഓരോ ഇൻഡെക്സ് ആയിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് list1, അതായത് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റിൻ്റെ പേരാണ് list1, എന്നിട്ട് അതിൻ്റെ അകത്ത് എന്നിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എനിക്ക് ഏത് ഇൻഡെക്സിലുള്ള എലമെൻ്റ് ആണ് ആക്സസ് ചെയ്യേണ്ടത്, അത് എനിക്കിപ്പോൾ ഒരു 5 ആക്സസ് ചെയ്യണം. അപ്പോൾ ഞാൻ 5 ആക്സസ് ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി പ്രിൻറ്റ് ചെയ്യുന്നത് എന്താ, ഇവിടെ 600 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നോക്കുക, എനിക്കിവിടെ 600 ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എനിക്കിവിടെ ഒരു -3 ആക്സസ് ചെയ്യണം. -3 ആക്സസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്, 800. സോ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. -3. ഓക്കെ, ഇവിടെ നോക്കാം, എനിക്ക് 800 അല്ലേ കിട്ടിയത്. സോ അത്രേ ഉള്ളൂ സംഭവം. ഇൻഡെക്സിങ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അതായത് എനിക്ക് ഒരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ള എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഡെക്സ് ചെയ്യാം. ഓക്കെ, അതായത് അതിൻ്റെ ഓരോ 0, 1, 2, 3 അപ് ടു n-1 അല്ലെങ്കിൽ ലെങ്ത് -1 ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ്. അതല്ലാന്നുണ്ടെങ്കിൽ -1, -2, -3 അപ് ടു -n വരെ ആയിരിക്കും അതിൻ്റെ, അല്ലെങ്കിൽ മൈനസ് ലെങ്ത് വരെ ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞ് വരുന്നത്. സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് ചെയ്യാൻ പഠിച്ചു. അതായത് എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എലമെൻറ്റ് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണമെന്ന് അറിയാം. ഞാനിപ്പോൾ പറയാം, എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ ഈ 4 എലമെൻറ്റും വേണം. അപ്പോൾ ഞാൻ എന്തെടുക്കും, list2, list3, list4, list5 എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇൻഡെക്സ് ചെയ്തെടുക്കണം. അതിന് പകരം എനിക്ക് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലല്ലേ. അപ്പോൾ അതിനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിൽ തന്നെ സ്ലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് സ്ലൈസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, നമ്മൾ റേഞ്ച് പഠിച്ച് ഓർക്കുന്നില്ലേ, റേഞ്ച് എങ്ങനെയാണോ പഠിച്ചത് എക്സാക്ട് സെയിം ലോജിക്ക് ഇവിടെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് മനസ്സിലായില്ലേ, പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ എനിക്കിവിടെ ലിസ്റ്റിൻ്റെ എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് 300 to 600 ആക്സസ് ചെയ്യണം. അതായത് 2 തൊട്ട് 5 വരെ എനിക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് റേഞ്ച് ആണെങ്കിൽ എനിക്ക് 2 തൊട്ട് 5 വരെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റേഞ്ചിൽ എന്ത് കൊടുക്കും, സ്റ്റാർട്ടിൽ 2 കൊടുക്കും, എൻഡിൽ 5 ആണെങ്കിൽ ഞാൻ 6 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും അതേ സെയിം സാധനം എങ്ങനെ, സ്ക്വയർ ബ്രാക്കറ്റിൽ കോളൻ വെച്ചിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കണം. അതായത് ഡിഫോൾട്ട് വാല്യൂസ് ഉണ്ട്. ഡിഫോൾട്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ എനിക്ക് ഒരു കോളൻ ഇട്ടാൽ അത് സ്ലൈസിങ് ആവും. ഓക്കെ, ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒരു കോളൻ ഇട്ട് കൊടുക്കുക, വെറുതെ ഇങ്ങനെ ഒരു കോളൻ ഇട്ട് കൊടുത്താൽ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ലിസ്റ്റ് അതേപോലെ പ്രിൻറ്റ് ചെയ്യും. പക്ഷേ അത് എക്സാക്ട്ലി ഈ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നതിന് സെയിം അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കുക, അതായത് ഇപ്പോൾ സ്ലൈസ് ചെയ്തിട്ടൊരു ലിസ്റ്റ് ഫുള്ള് കോപ്പി ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറൊരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ L is equal to list1 of ഇങ്ങനെ ഞാൻ പ്രിൻറ്റ് ചെയ്തു. ഇനി ഞാൻ ഇപ്പോൾ എൻ്റെ ലിസ്റ്റ് ഇതിൻ്റെ അകത്ത് L എന്ന് പറയുന്നത്
ഇതിൻ്റെ അകത്ത് ഈ ലിസ്റ്റ് വണ്ണിനെ കോപ്പി ചെയ്ത് വേറെ ഒരിടത്തോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. പക്ഷേ അതേസമയം ഞാൻ വെറുതെ ലിസ്റ്റ് വൺ എന്ന് കൊടുത്താൽ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അതായത് ഈ ലിസ്റ്റ് വണ്ണില്ലേ, ഇതിൻ്റെ സെയിം മെമ്മറി അഡ്രസ്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സംഭവം ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഏതൊരു വേരിയബിൾ ഉണ്ടാക്കി വെച്ചാലും ഇതിൻ്റെ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വേരിയബിളിൻ്റെ അകത്ത് കൂടെ ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ വാല്യൂ എവിടോട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളൊരു പോയിന്റർ അവിടെ കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ലൈസ് ചെയ്തിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിസ്റ്റ് വണ്ണിൻ്റെ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ പറയാം ഒരു 1000-ലാണ് ലിസ്റ്റ് വണ്ണ് സ്റ്റോർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിസ്റ്റ് ഇപ്പോൾ L = ഈ ലിസ്റ്റ് വൺ ഇങ്ങനൊരു സംഭവം എഴുതി കഴിഞ്ഞാൽ L പോയിൻ്റ് ചെയ്യുന്നതും എങ്ങോട്ടായിരിക്കും? 1000-ലോട്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ സംഭവം, അതായത് സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ L ആക്ച്വലി 1000-ലോട്ടായിരിക്കത്തില്ല പോയിന്റ് ചെയ്യണത്, വേറെ ഏതെങ്കിലും ഒരു പൊസിഷൻ, ഇപ്പോൾ പറയാം, അതായത് 3000. ഓക്കെ, ജസ്റ്റ് ഒരു റാൻഡം വാല്യൂ, അതായത് ഒറ്റ ഐഡിയ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഈ ഡേറ്റ കംപ്ലീറ്റ്ലി കോപ്പി എടുത്ത് പുതിയൊരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തായിരിക്കും നമ്മൾ സ്ലൈസ് ചെയ്ത് കോപ്പി ചെയ്താൽ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അല്ലാതെ വെറുതെ ഈ ഒരു വേരിയബിളിലെ കോപ്പി ചെയ്താൽ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യണേ, അതായത് ഈ സംഭവം എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യണേ അങ്ങോട്ട് തന്നെ ഇത് പോയിന്റ് ചെയ്യിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ സ്ലൈസ് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ട് വരും. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു വന്നത് എന്താ? 300 to 600 ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2 നിന്ന് 5 വരെ. ഓക്കെ, അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് വാല്യൂ എത്രയാണ്? 2. എൻഡിങ് വാല്യൂ എത്രയാണ്? പറയാം, എൻഡിങ് വാല്യൂ എത്രയാണ്? 5. എനിക്ക് 5 വരെ പോകണം. അപ്പോൾ എൻഡിങ് വാല്യൂ 6. സിമ്പിൾ. ഇനി എനിക്ക് ഇതിൻ്റെ അകത്തും സ്റ്റെപ്പ് വാല്യൂ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് സ്റ്റെപ്പ് വാല്യൂ നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ആണ്. ഇതിൽ ആക്ച്വലി സ്ലൈസിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റേഞ്ച് പോലെയല്ല, എല്ലാത്തിനും ഡിഫോൾട്ട് വാല്യൂസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ് വാല്യൂവിന് ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്, എൻഡിങ് വാല്യൂ ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്, സ്റ്റെപ്പ് വാല്യൂവിന് ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്. സ്റ്റാർട്ടിങ് വാല്യൂവിന് ഡിഫോൾട്ട് വാല്യൂ എന്തായിരിക്കും? ഇത് ഫുള്ള് കോപ്പി ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും സ്റ്റാർട്ടിങ് വാല്യൂവിൻ്റെ ഡിഫോൾട്ട് വാല്യൂ. എൻഡിങ് വാല്യൂവിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്തായിരിക്കും? പറ. അതായത് ഇവിടെ ലെങ്ത് 10 ആണെങ്കിൽ എൻഡിങ് വാല്യൂവിൻ്റെ ഡിഫോൾട്ട് വാല്യൂ 10 ആണ്. അതായത് ലെങ്ത് ആയിരിക്കും എൻഡിങ് വാല്യൂവിന്, അതായത് ഈ ലിസ്റ്റിൻ്റെ ലെങ്ത് ആയിരിക്കും എൻഡിങ് വാല്യൂവിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റെപ്പ് വാല്യൂവിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 1 തന്നെയായിരിക്കും. അപ്പോൾ 2-ൽ തുടങ്ങി എന്നിട്ട് എനിക്ക് 5 വരെ പോകണം. 600 വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് 6 കൊടുക്കണം. ഓക്കെ, സ്റ്റെപ്പ് വാല്യൂ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എനിക്ക് നോക്കുക, അതായത് 2-ൽ തുടങ്ങി 5 വരെ പോകണം. അതായത് അന്നേരം ഞാൻ 6 കൊടുത്തു. അന്നേരം എനിക്ക് പ്രിൻ്റായ വാല്യൂ ഏതൊക്കെയാണ്? 300, 400, 500, 600. അതായത് ഒരു ലിസ്റ്റിൻ്റെ സബ് ലിസ്റ്റ് അല്ലെങ്കിൽ സബ്സെറ്റ് എന്ന് പറയും. ഓക്കെ, സബ്സെറ്റ് എന്ന ടേം ആക്ച്വലി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം സബ്സെറ്റ് പൈത്തണിൽ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ടേം ആണ്. സോ സബ് ലിസ്റ്റിൻ്റെ ഒരു സബ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു. സോ യാ, അപ്പോൾ എനിക്ക് ഇനി വേറൊരു സംഭവം, അതായത് ഞാനിവിടെ എനിക്ക് 800 വരെ എടുക്കണം. 800 വരെ എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കൊടുക്കണം? 8 കൊടുക്കണം. അതായത് എൻഡിങ് വാല്യൂ 6 മാറ്റിയിട്ട് ഞാൻ 8 ആക്കി. ഇവിടെ സ്റ്റാർട്ടിങ് വാല്യൂ സെയിം തന്നെ, 300-ൽ തുടങ്ങി 800 വരെ പോകണം. പക്ഷേ എനിക്ക് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് എനിക്ക് 300 കഴിഞ്ഞാൽ 400 വേണ്ട, പിന്നെ 500 മതി. 500 കഴിഞ്ഞാൽ 600 വേണ്ട, പിന്നെ 700 മതി. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ 800 വേണ്ട, പിന്നെ 900 എന്തായാലും പോകുന്നില്ല, നമ്മൾ 800 വരെ പോകുന്നുള്ളൂ. അതായത് എനിക്ക് ഒന്നിലോട്ടുള്ള നമ്പേഴ്സ് മതി. അപ്പോൾ ഞാൻ എന്തെടുക്കും? കോളം 2 നമ്മൾ റേഞ്ചിൽ കൊടുത്ത സെയിം സംഭവം. ഓക്കെ, അതായത് 300, 500, 700. 300 കഴിഞ്ഞാൽ 400 ഇല്ല, 500 ഉണ്ട്, 600 ഇല്ല, 700 ഉണ്ട്, 800 ഇല്ല, എടുത്തിട്ടില്ല. സോ ബിക്കോസ് ഒന്നിലോട്ടായിരിക്കും വാല്യൂസ് എടുക്കാൻ പോണേ. സോ ഇതാണ് ലിസ്റ്റ് സ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ലൈസിങ്. ഓക്കെ, ഇനി ഒറ്റ കൺസെപ്റ്റോടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ അതായത് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറയും. ഓക്കെ, അതായത് നമുക്ക് ബൈ ഡിഫോൾട്ട്, അതായത് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടു ആദ്യമേ. അതായത് ലിസ്റ്റ് മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. അതായത് എനിക്ക് ഈ ലിസ്റ്റിൻ്റെ ഒരു ഇൻഡെക്സ് പൊസിഷൻ അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സ് മാറ്റാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ 500 ഓവറൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പോൾ ടപ്പിൾ ആയിക്കോട്ടെ, വാട്ടെവർ, ടപ്പിളിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു ടപ്പിളിൻ്റെ അകത്ത് ഞാനിപ്പോൾ 100, 200 ഈ സെയിം സാധനം എനിക്ക് ടപ്പിൾ യൂസ് ചെയ്യാം. അപ്പോൾ അസ്യൂം ഈ സെയിം സാധനം എനിക്ക് ടപ്പിൾ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് 600 എന്ന് പറഞ്ഞൊരു വാല്യൂ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ
എനിക്ക് ടപ്പിളിൻ്റെ കേസിൽ മെമ്മറി അഡ്രസ്സ് അല്ലെങ്കിൽ ഈ മെമ്മറി അഡ്രസ്സ് കംപ്ലീറ്റ്ലി ഒരു പുതിയ ഇടത്തോട്ട് റീലൊക്കേറ്റ് ചെയ്താൽ മാത്രമേ അത് പോസിബിൾ ആകത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വന്നൊരു സാധനം മാറ്റുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആവില്ല. ഓക്കെ, അതായത് അവിടെ തന്നെ വെച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആവില്ല. പക്ഷേ ലിസ്റ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല കാര്യം. എനിക്കിവിടെ 600 മാറ്റി ഒരു 1200 ആക്കണോ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. ലിസ്റ്റിൽ അത് പോസിബിൾ ആണ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ മെമ്മറി അഡ്രസ്. എല്ലായ്പ്പോഴും മെമ്മറി അഡ്രസ്സ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ അതിനെയാണ് മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇത് പോസിബിൾ അല്ലാതെ, അതായത് ഇൻറ്റീജർ ഇമ്മ്യൂട്ടബിളാ, സ്ട്രിങ് ഇമ്മ്യൂട്ടബിളാ, അതേപോലെ ഇപ്പം നമ്മൾ പഠിച്ചതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച ഫ്ലോട്ട് ഇമ്മ്യൂട്ടബിളാ, പിന്നെ ഡിക്ഷണറി പക്ഷേ മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പാണ്. ഇവിടെ തൽക്കാലം 600 ഇരിക്കട്ടെ. ഇനി നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ. ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് നമുക്ക് ഒരു ലൂപ്പിൽ ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക, ലിസ്റ്റ് പോട്ടെ, എല്ലാം പോട്ടെ. അതായത് എനിക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് എനിക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ നമ്പേഴ്സ് ഉള്ളൊരു ലിസ്റ്റ്. അതായത് സേ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 0 to 100 വരെയുള്ള, അല്ലെ പോട്ടെ അത്രയും വലുത് എടുക്കണ്ട, 0 to 10 വരെയുള്ള 0 to 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എനിക്ക് ഒരു ലിസ്റ്റിനകത്താക്കണം. അപ്പം നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്, നമ്മളൊരു ലൂപ്പ് എഴുതും. അതായത് ഫോർ ഐ ഇൻ റേഞ്ച് ഇപ്പോൾ സേ 10 അല്ലേ, അപ്പോൾ 0 10 ആകുമ്പോൾ നമ്മൾ എവിടെ വരെ എഴുതണം, 10 + 1 വരെ എഴുതണം, അതായത് 11. എന്നിട്ട് ഞാൻ എടുക്കും ഇവിടെ സേ L = ഒരു എംപ്റ്റി ലിസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് L.append എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് append എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി. അതായത് ലിസ്റ്റിൻ്റെ എൻഡിൽ എനിക്കൊരു സാധനം കൂടെ ആഡ് ചെയ്യണം, 1100 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ append ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു വാല്യൂ കൊടുക്കുക. അതായത് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ലിസ്റ്റിൻ്റെ എൻഡിൽ ആഡ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് append എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവം നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഐ append ചെയ്യണം. അതായത് എവിടെ തുടങ്ങണം, 0,11,2. അതായത് 0,11 0യിൽ തുടങ്ങണം, 11 തൊട്ട് പിന്നെ അത് 10ൽ എൻഡ് ആവണം. എന്നിട്ട് ഓരോ ഒന്നര തൊട്ടുള്ള വാല്യൂസ് എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഞാൻ ഇവിടെ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്താൽ എനിക്കിവിടെ എന്ത് കിട്ടും, 02468 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ ഫൈൻ. പക്ഷേ എനിക്ക് ഇത്രയൊന്നും എഴുതണ്ട. അതായത് ഈ ഒരു സെയിം സാധനം എഴുതാനായിട്ട് എനിക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഓക്കെ, ഐ എന്നിട്ട് ഫോർ ഐ ഇൻ റേഞ്ച്, നമുക്കെന്താ റേഞ്ച് എന്താ 0,2, എന്താ പറയും 0,11,2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എഴുതിയാൽ മതി. എനിക്ക് ഇതിൻ്റെ അകത്ത് സെയിം സാധനം, അതായത് നമ്മൾ നേരത്തെ എന്താ ഒരു ലൂപ്പ് എഴുതി ഇതിൻ്റെ അകത്ത് ചെയ്തു. അതായത് ഒരു ലൂപ്പിനകത്ത് പിന്നെയും എക്സിക്യൂട്ട് ചെയ്ത സാധനം ഇവിടെ എനിക്ക് ഈ ഒരൊറ്റ ലൈൻ കോഡിൽ എഴുതാൻ പറ്റി. അതായത് ഒന്നുമില്ല, എനിക്ക് ചെയ്യേണ്ട സംഭവം എന്താ, അതായത് ഐ ആണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഐ സ്റ്റോർ ചെയ്യണം. അതിൻ്റെ അകത്ത് നമ്മുടെ ഐയുടെ വാല്യൂ പറഞ്ഞു കൊടുക്കണ്ടേ, ഐയുടെ വാല്യൂ ഏതൊക്കെയാണെന്നും ഐയുടെ വാല്യൂ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ഈ ഫോർ ലൂപ്പ് എഴുതണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫോർ ലൂപ്പ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പോട്ടെ, ഇനി നിങ്ങൾക്ക് വേറെ സംഭവം ചെയ്യാം. അതായത് എനിക്ക് 5ൻ്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യണം. അതായത് എനിക്ക് ഇപ്പോൾ എന്താ 0, പോട്ടെ വാട്ടെവർ, എനിക്ക് 100 വരെയുള്ള 5ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ഒരു ലിസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 0 to 100 പോട്ടെ എന്ന് വിചാരിച്ചു. സോ ഓക്കെ, 100 വരെ പോകണമെങ്കിൽ 101. ഓക്കെ പോട്ടെ, 95 മതി എനിക്ക്. അപ്പോൾ 100 വരെ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് 5ൻ്റെ മൾട്ടിപ്പിൾ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0 to 99 വരെ ഈ ലിസ്റ്റിനകത്ത് വരും. എനിക്ക് അത്ര വേണ്ട, എനിക്ക് 5ൻ്റെ മൾട്ടിപ്പിൾ മാത്രം മതി. അപ്പോൾ ഞാൻ എന്തെടുക്കും, ഇഫ് ഐ മോഡ് 5 = 0 എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ കൊടുക്കും. അതായത് ഈ പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് മാത്രം എനിക്ക് ഇവിടെ ഐയിൽ കൊടുക്കണം. അതായത് ഈ ലിസ്റ്റിനകത്ത് വേണം. അതായത് എനിക്ക് എവിടെ തൊട്ട് എവിടെ വരെ പോകണം നമ്മളിവിടെ പറഞ്ഞു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു, എന്ത് വാല്യൂ ആണ് ഇവിടെ വേണ്ടത്. സോ ഓക്കെ, ഇപ്പോൾ എനിക്ക് ഐ മാത്രമല്ല, എനിക്കിപ്പോൾ ഇതിൻ്റെ സ്ക്വയർ വേണോ, എനിക്കിവിടെ 2 ഐ സ്ക്വയർ ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ നമ്മൾ 0, 5, 10, 15 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തെടുത്ത് 0, 5ൻ്റെ സ്ക്വയർ 25, 10ൻ്റെ സ്ക്വയർ 100, 15ൻ്റെ സ്ക്വയർ 225, അതിൻ്റെ സ്ക്വയർ കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഫോർ ലൂപ്പ് എഴുതി ചെയ്തല്ലോ. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് അതിന് ഒരു 10 അസ്യൂം ഇപ്പോൾ ഒരു 10 സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുത്തു എന്ന് വെച്ചോ. ഇത് ചിലപ്പോൾ ഒരു സെക്കൻഡിൽ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി ഫയൽ തരുമായിരിക്കാം. ഓക്കെ, സോ
അതാണ് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ്റെ പ്രത്യേകത. ഇത് പൈത്തണിൻ്റെ ഒരു പവർഫുൾ ടൂളാണ് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കൺസെപ്റ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇന്ന് ചെയ്ത ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് ഈ കൺസെപ്റ്റ്സ് ഒക്കെ ചെയ്ത് തന്നെ മനസ്സിലാക്കുക. ഇതിൻ്റെ നോട്ട്സ് ഇതിൻ്റെ കൂടെ ഞാൻ പുഷ് ചെയ്തിട്ട് ഗിറ്റബ് റെപ്പോയിൽ അവിടെ തന്നെ കാണും. സോ അതും കൂടി റെഫർ ചെയ്ത് നിങ്ങൾ നോക്കുക. സോ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് ലിസ്റ്റിൻ്റെ സംഭവങ്ങളൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ചിരിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇനി അടുത്ത ആഴ്ച ഒരുമിച്ചിരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറന്നത് ഓർമ്മിപ്പിച്ചതാണ്. സോ ജസ്റ്റ് ചെയ്ത് വെച്ചേക്ക്. സോ യാ, ശരി എന്നാൽ.